വെമ്പനാട്ട് കായൽ തിരകൾ തുടയ്ക്കുന്നു തകതയിൽ തകതമി. വെമ്പനാട്ട് കായൽ തിരകൾ തുടയ്ക്കുന്നു തകതമി തകതമി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഒരു 4 years ഓൾഡ് ആയിട്ടുള്ള അക്കൗണ്ടിൻ്റെ കാര്യമൊക്കെ കളക്ഷൻ വീഡിയോ ആണ്. അതായത് വലിയ ടോപ്പപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. ആ കുറച്ച് ഡ്രോപ്പ് മാത്രം എടുത്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിലെ ആദ്യത്തെ ലൈറ്റ് പാസ് എന്ന് പറഞ്ഞാൽ അനൂബിയസ് ലെജൻഡ് 2. അപ്പോൾ ആ ഒരു ലൈറ്റ് പാസ് തൊട്ടാണ് ഈ ഒരു അക്കൗണ്ട് സത്യം പറഞ്ഞ് ഞാൻ കളിക്കാൻ തുടങ്ങിയത്. ഈ ഒരു അക്കൗണ്ട് കാണിക്കാൻ എൻ്റെ തന്നെ ഒരു 1 year കളിക്കാതിരുന്നിട്ടുള്ള ഒരു അക്കൗണ്ടുകളാണ്. ഇത് ഞാൻ കളിക്കാതിരുന്നിട്ടുള്ളത്, വേറെ ആരൊക്കെയോ കയ്യിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് കാണിക്കുക FB ആയതുകൊണ്ട് തന്നെ ലോക്കായി പോയൊരു അക്കൗണ്ട് കാണിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ 65 ലെവലും 6121 ലൈക്കും കാണിക്കുന്നുണ്ട്. അപ്പം വലിയ ലൈക്കൊന്നുമില്ല ഗെയ്സ്. അപ്പം നമുക്ക് നേരെ ഡ്രസ് കളക്ഷനിലോട്ട് പോകാം. ഡ്രസ് കളക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ 75 ഹെഡും കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാജിക് ക്യൂബാണ്. അതിന് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു ബണ്ടിൽ കാണിക്കും ഏതോ ഒക്കെ ഇവൻറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ എനിക്ക് തോന്നുന്നത് ഗോൾഡ് റോയലാണെന്ന് തോന്നുന്നു. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ ഒരു ബണ്ടിലും കാര്യമൊക്കെ ഈ ഇടയ്ക്ക് കിട്ടിയ ബണ്ടിലാണ്. അപ്പോൾ ഇത് എയർ ഡ്രോപ്പാണ്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ഈ ഒരു ബണ്ടിലും കാര്യമൊക്കെയാണ് വരുന്നത്. ഏതൊരു മാക്സ് എന്ന് പറഞ്ഞൊരു ബണ്ടിലാണ്. ഏത് ഇവൻറ്റിൽ നിന്ന് കിട്ടിയാണെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതിനുശേഷം നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ബീറ്റേഴ്സിൻ്റെ ഒരു ബണ്ടിലും കാര്യമൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു റിട്ടേൺ വന്ന മാജിക് ക്യൂബിൽ നിന്ന് എടുത്തൊരു സംഭവമാണ് ഈ ഒരു ബണ്ടിൽ. പിന്നെ ഇതും മാജിക് ക്യൂബ് തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു കളക്ഷനും കാര്യമൊക്കെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, വലിയായിട്ട് ടോപ്പ് ചെയ്യാത്തൊരു അക്കൗണ്ട് കാര്യമൊക്കെ ആയതുകൊണ്ട് അതിനുള്ള കളക്ഷൻ ഇല്ല. പിന്നെ ഈ ഒരു ഹെഡുണ്ട്, ഇത് കുറച്ച് ഓൾഡാന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ചിക്കൻ കാലിൻ്റെ തൊപ്പിയുണ്ട്, ഇത് ഓൾഡാന്ന് തോന്നുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഫേസിലാണ് ഈ ഒരു ജോക്കർ മാജിക് ക്യൂബാണ്. അല്ലാതെ പ്രത്യേകിച്ച് റെയറായിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഹീറോയ്ക്കിൻ്റെ മാസ്കും കാര്യമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഫേസിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഒരു 20 ഫേസ് വരുന്നുണ്ട്, വലിയ കാര്യമില്ല. പിന്നെ ഈ ഒരു ബണ്ടിലൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയാണ്. പിന്നെ ബാൻഡഡ് ബണ്ടിൽ, ഇത് കുറച്ച് എനിക്കിഷ്ടമുള്ള ബണ്ടിലാണ്. അപ്പം കുറച്ച് റെയറാണ്, നമ്മുടെ റീസ്റ്ററൊക്കെ പണ്ടിടുമായിരുന്നു. പിന്നെ ഈ ഒരു ടീഷർട്ട് അതൊക്കെ റിട്ടേൺ വന്നതാണെന്ന് തോന്നുന്നു. വലിയ ഓൾഡൊന്നും അല്ല, വലിയ കാര്യമൊന്നുമില്ല. ഏതൊക്കെ ഇവൻറ്റിൽ നിന്ന് പണ്ട് കൊടുത്തതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എടുത്തു പറയാൻ ജാക്ക് പാൻ്റ് ഉണ്ട്, അല്ല വേറെ പാൻറ്റൊന്നും ഇല്ല. എപ്പം നോക്കിയാൽ ഞാൻ ഈ ഒരു ജാക്ക് പാൻ്റ് തന്നെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, കാരണം വേറെ പാൻറ്റൊന്നും ഇല്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 99 പാൻറ്റ് കണക്റ്റ് ഉണ്ട്. പിന്നെ 81 ഷൂ, പിന്നെ ഈ ഒരു വൈറ്റ് ഷൂ, പിന്നെ ഈ ഒരു ചെരുപ്പ്. ഇത് രണ്ടാണ് മെയിനായിട്ടുള്ള. പിന്നെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ചെരുപ്പൊന്നും അങ്ങനെ വരുന്നില്ല. അതിനുശേഷം ഫുൾ ബണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഷാർക്കിൻ്റെ ഇത് വെറുതെ അങ്ങ് എടുത്താണ് മാജിക് ക്യൂബ് ഇരുന്നപ്പോൾ, വെറുതെ ഒരു രസത്തിന് കളക്ഷൻ അങ്ങനത്തെ എനിക്ക് മെയിലായിട്ടുള്ള ഫുൾ ബണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് എടുത്താണ്. പിന്നെ ഇമോട്ട് കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ 26 ഇമോട്ട് എല്ലാം ഫ്രീ ആണ്. ഇതിൽ 1-2 ഇമോട്ടം കണ്ട് ഡയമണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയതാണ്. ഒരെണ്ണം ഏതൊരു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊരു ഓഫർ ഇവൻറ്റിൽ നിന്ന് എടുത്തതാണ്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇതൊക്കെയുള്ള ഓൾഡ് വർക്ക് ഇമോട്ടുണ്ട്. പിന്നെ ഓടുന്നതിന് ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിന്നെ ബാഗ് പറയുകയാണെങ്കിൽ ഒരു ബാഗ് ഞാൻ ഇത് ഡയമണ്ട് കൊടുത്തെടുത്തതാണ്. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൊരു നല്ലൊരു ബാഗായിട്ട് ഉണ്ട്. നല്ലൊരു ബാഗ്, കുറച്ച് ബാഗ് കളക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൂട്ട് ബോക്സ് നോക്കുവാണെങ്കിൽ 38 ലൂട്ട് ബോക്സ് വലിയ ഗുണമുള്ളൊന്നും ഇല്ല. പിന്നെ ലൂട്ട് ബോക്സ് അങ്ങനെ വലിയ കാര്യമായിട്ട് വേണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം മതി. പിന്നെ പാരഷൂട്ടും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ വലുതായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. സ്കിന്നൊന്നും ഞാൻ മെയിനായിട്ട് നോക്കുന്നില്ല പാരഷൂട്ടിന്. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ സബ് ബോർഡും കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ച് സബ് ബോർഡും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ 48 സബ് ബോർഡും കാര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് നല്ല കുറച്ച് സംഭവമുണ്ട്. പിന്നെ പാട്ടും കാര്യമൊക്കെ നോക്കുവാനുണ്ട്. പിന്നെ 5 കാറിൻ്റെ സ്കിന്നും കാര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഇതെല്ലാം ഫ്രീ ആണ്. പിന്നെ ഒരു ബൈക്കിൻ്റെ സ്കിന്നും കാര്യമൊക്കെ ഉണ്ട്, ബൈക്കിനെല്ലാം ഫ്രീ ആണ്. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ആദ്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കിന്നും കാര്യമൊക്കെ ഇട്ടുകൊണ്ട് എപ്പോഴും പോകുന്നത്. ഈ ഒരു സ്കിൻ തന്നെ ഇപ്പോൾ ഇട്ടത്. മോൺസ്റ്റർ ട്രക്കിൽ നോക്കുവാണെങ്കിൽ 2 സ്കിന്നുണ്ട്. അതിന് ഈ ഒരു സ്കിന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു ഓടിക്കുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ ടയറിന് കുറച്ച് കളറുകളുണ്ട്. പിന്നെ ജീപ്പിന് അങ്ങനത്തെ ഓട്ടോയ്ക്ക് സ്കിന്ന്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബാനറും അവതാരം നോക്കുവാണെങ്കിൽ അവതാർ ഏകദേശം 158 അവതാർ, ബാനർ 210 ബാനർ. പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ കീപ്പ് ചെയ്യത്തില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എവല്യൂഷൻ സ്റ്റോണ് 3 കിടപ്പുണ്ട്, ഒരു ഗുണമില്ല. അതൊക്കെ ഇനിയിപ്പം ഇത് കൊടുത്ത് വീണ്ടും ഇതിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഇവൻ്റ് വരുവാണെങ്കിൽ അല്ലേ ഇരുന്ന് റിട്ടേൺ വരുന്നത്. കയ്യിൽ ആവശ്യമില്ലാത്തെല്ലാം കൊടുത്ത് എടുക്കാൻ പറ്റില്ല. നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറേ എന്തിനൊക്കെയുള്ള ടോക്കൺസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു ഇവൻ്റ് നോക്കിയിട്ട് അതിന് ബാക്കിൽ നിന്ന് ടോക്കൺസാണത്. നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കളക്ഷനൊന്നുമില്ല. ഇനി ഗൺ കളക്ഷനിലോട്ട് പോകാം. ഗൺ കളക്ഷൻ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ M4A1 സ്കിന്നാകെ 3 ഉള്ളൂ.
കാരണം ഈ ഒരു തോക്കൊന്നും വെച്ച് കളിക്കത്തുമില്ല ഞാൻ. ഇപ്പോൾ ഇവൻ്റെ ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിനൊന്നും അങ്ങനെ സ്കിന്നും ഇല്ല. നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു സ്കിന്നിങ് എനിക്ക് ഇക്വിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏക്കെങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഡബിൾ ഡാമേജ് മൈനസ് റേഞ്ചിൻ്റെ സിംഗിൾ മൈനസ് റേഞ്ചിൻ്റെ ഒരു സ്കിന്നിങ് എനിക്ക് ഇക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കസ്റ്റമൈസാണ് ഇതിനകത്ത് ഞാൻ കൂടുതൽ മെയിനായിട്ട് ഇങ്ങനത്തെ ഈ ഒരു തോക്ക് എനിക്ക് യൂസ് ചെയ്യത്തില്ല. എക്സമീറ്റ് ഒരെണ്ണം വീല് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു വെപ്പൺ റോയലിൽ നിന്ന് അടുത്താണ് അവർ എക്സമീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ M14 ഡബിൾ ഡാമേജ് സിംഗിൾ ആക്യുറൻസി മൈനസ് മാഗസിനിങ് എനിക്ക് വരുന്ന സ്കിന്നുണ്ട്. നല്ല സ്കിന്നാണ്, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വുഡ് പെക്കറിനൊരു വെപ്പൺ റോയലുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ഗൺ സ്കിന്ന് UMPക്ക് ഒരു 2 സ്കിന്നും ഉണ്ട്. രണ്ടിൻ്റെ ആട്രിബ്യൂട്ട്സും അങ്ങനെയൊക്കെ സെയിമാണ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ MP5ന് 6 സ്കിന്ന് വരുന്നുണ്ട്. പിന്നെ MP40ക്ക് 4 സ്കിന്ന്, P90ക്ക് 3 സ്കിന്ന്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. MP40യുടെ സ്കിന്ന് കാര്യത്തിൽ ഞാൻ വേറെ അതായത് കസ്റ്റമൈസ് ചെയ്ത് കയറ്റിയേക്കുവാണ്. ആ ഒരു ബ്ലൂ ഇതിനാണ് സിംഗിൾ ഡാമേജ് വരുന്നത്. അപ്പം ആ ഒരു സ്കിന്ന് മറ്റേതിൻ്റെയും കൂടെ 2 ഒന്നിച്ച് കയറ്റിയിട്ടേക്കുവാണ്. പിന്നെ ഡബിൾ വെട്ടറിന് 2 സ്കിന്ന്, മാക് 10, M10 ഒന്നും വലിയ കാര്യമില്ല, യൂസ് ചെയ്യത്തില്ല. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ വാളിനൊരു സ്കിന്നുണ്ട്. പിന്നെ ഇങ്ങനെ പാരങ്ങ് നമ്മുടെ പാന് അതിനൊക്കെ ഓരോ സ്കിന്നും കാര്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫിസ്റ്റിന് സ്കിന്നില്ല. പിന്നെ നോക്കുവാണെങ്കിൽ ഗ്രനേഡിന് 24 സ്കിന്ന് വരുന്നുണ്ട്. ഗ്ലൂവാളിന് നോക്കുവാണെങ്കിൽ 6 സ്കിന്ന്. ഞാൻ ഗ്ലൂവാളിന് സ്കിന്നില്ലാതാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ കയ്യിലുള്ള സ്കിന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. ഒരു 30 സബ്സ്ക്രൈബേഴ്സും കാര്യമൊക്കെ കിട്ടുവാണ് നേരെ 200 കാര്യമൊക്കെ അടിക്കുന്നതായിരിക്കും. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതിനേക്കാളും നല്ല അക്കൗണ്ടായിരിക്കും നിങ്ങളെ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഞാനൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.